അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ കഴിയുമോ അതിനെ പറ്റിയൊരു കൊച്ചു പുസ്തകമാണ്. എല്ലാവരും തോറ്റുപോകുന്ന സമയോടാണ്, പരാജയപ്പെട്ടു പോകുന്ന സമയോടാണ്. കാരണം എന്തേ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ട് കുട്ടിയോടെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ എനിക്ക് നല്ല ഓർമ്മയാ, ഓർമ്മ വെച്ച കാലം തൊട്ട് ഇസ്കരിക്കുകയും ദുആ ചെയ്യുന്നൊക്കെയാ. ആരാ പറഞ്ഞ അങ്ങനെ പറയാൻ കഴിയുമെന്ന്? ഒരു മനുഷ്യന് തഴമ്പിലൊന്നും അല്ല കാര്യം. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി മരിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. ഒരാൾക്കും അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉറപ്പിച്ചു പറയാൻ കഴിയുമായിരുന്നെങ്കിൽ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പടച്ചവരെ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചത്തിന് മധ്യഭാഗത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്ന വേണ്ടി ഒരു പള്ളി കെട്ടി. വിശുദ്ധമായ കഅബാലയം, ആ കഅബാലയം വാപ്പയും മകനും കൊണ്ടാണ് പണിതത്. അവസാന കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചെയ്ത ദുആ ഖുർആനിൽ കാണാം. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചെയ്ത ദുആ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. എന്താ ദുആ ചെയ്തത്? പടച്ചവനെ, ഈ സൽക്കർമ്മത്തിനെ സ്വീകരിക്കണം എന്നിട്ട് പറയുന്നു, നാഥാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ എന്നെ ഒരു മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. ആരാ? അല്ലാഹുവിന്റെ ഖലീല. ഓരോ നിസ്കാരത്തിലും ഇബ്രാഹിം സ്വലാത്ത് പറയുന്നവരാ. പടച്ചവനാ ഇബ്രാഹിം നബിയാണ് പടച്ചവനോട് ദുആ ചെയ്തത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ അധികാരം തന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്ത ദുആ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താ ദുആ ചെയ്തത്? പഠിച്ചവനെ, നീ എനിക്ക് സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു. അടിമയായ എന്നെ നീ ഈജിപ്തിന്റെ അധികാരം തന്നു. പക്ഷെ യൂസുഫ് നബിക്ക് വേണ്ടതെന്നറിയുമോ? എന്റെ മോഹം എന്തെന്നറിയുമോ? ഞാൻ ജീവിക്കുന്നത് എന്നറിയുമോ? തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. അല്ലാഹുവേ, ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ എന്നെ ഒരു മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. അതുകൊണ്ട് സലാത്ത് ചൊല്ലി, സിക്ർ ചൊല്ലി നിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മമാരെ, നിങ്ങൾക്കും അങ്ങനെ ഉറപ്പ് വേണ്ട, നിങ്ങൾക്കും അങ്ങനെ ഉറപ്പ് വേണ്ട. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാണ്, ലോകത്തിന്റെ നേതാവ് സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് എന്തോ പറയുകയാണ്. വല്ലാതങ്ങ് കരയുന്നുണ്ട്. ആയിഷ ബീബി എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ യാ മുകല്ലിബുൽ ഖുബൂബ്, അല്ലാഹു എന്റെ ഹൃദയത്തിൽ ഈമാന്, എന്റെ ഹൃദയത്തിൽ ഇസ്ലാമിനെ നീ ഉറപ്പിച്ചു നൽകണമെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങയ്ക്ക് ഉറപ്പില്ലേ നബിയേ? അങ്ങയ്ക്ക് ഉറപ്പില്ലേ നബിയേ? ആയിഷ നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടം പോലെയാണ് ആയിഷ. എപ്പോ വേണം എങ്ങോട്ട് വേണം തിരിഞ്ഞു പോകാം. എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന നേരത്ത് ഹബീബുള്ള വേദന സഹിച്ച കഥ നമുക്കറിയാമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസം കടന്നു വന്നു. സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു. എല്ലാവരും അതാ സുബഹി നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അതാ കിടന്ന കിടപ്പിൽ പറയുന്നു, ആയിഷ കർട്ടന മാറ്റിയിട. ആയിഷ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കർട്ടൻ മാറ്റുകയാണ്. പ്രവാചകൻ എല്ലാ സ്വഹാബിമാരെയും ഇങ്ങനെ നോക്കുകയാണ്. എല്ലാവരും നിസ്കാരവും ഇങ്ങനെ നോക്കുകയാണ്. അവസാനം അത്തിയ സമയമായപ്പോൾ പ്രവാചകൻ പറയുന്നു, ആയിഷ കർട്ടന തിരിച്ചിട. ആയിഷ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കർട്ടൻ തിരിച്ചുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, വഫാത്തിന്റെ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 12 വീണ്ടും ഒരു സൈഡിൽ നിന്ന് ആയിഷ ബീബി ഇരുന്ന് കരയുകയാണ്, മറ്റൊരു സൈഡിൽ ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാണ്. പ്രവാചകന് പെട്ടെന്ന് രോഗം പിടിപെടുകയാണ്. അപ്പോഴതാ വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ലം ബൈത്തിൻ നുബുവ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ,
ഈ വാതിലൊന്ന് തുറക്കാമോ? അപ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് തീരെ സുഖമില്ല, നിങ്ങൾ പോയിട്ടൊന്ന് പിന്നെ വരാമോ? പിന്നെയും രണ്ടാമതൊരു സലാം കേൾക്കുകയാണ്. അപ്പോഴും ഫാത്തിമ ബീബി ഇതുപോലെ തന്നെ വിളിച്ചു പറയുകയാണ്. മൂന്നാമതും ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തി നുബുവ. ഈ കവാടം ഒന്ന് തുറക്കാമോ? അപ്പോൾ ഫാത്തിമ ബീബി അടുത്ത് ചെന്നപ്പോൾ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറയുന്നു, മോളെ ഫാത്തിമ. ആരാ ഫാത്തിമ? ആരാ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കവാടത്തിനരികിൽ ചെന്നിട്ട് പറയുകയാണ്, വാപ്പാ, ഞങ്ങൾ ഇതുവരെ ഇയാളെ കണ്ടിട്ടില്ല വാപ്പാ. ഈ നാട്ടുകാരെല്ലാം ഉപ്പാ കണ്ടിട്ട് പേടി തോന്നുന്നു ഉപ്പാ. പ്രവാചകൻ പറയുന്നു, മോളെ ഫാത്തിമ, ആരാ കടന്നു വന്നതെന്നറിയാമോ? ആരാ കടന്നു വന്നതെന്നറിയാമോ? മലക്കുൽ മൗത്ത് അസ്രായീൽ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ റൂഹ് പിടിക്കാമെന്ന അസ്രായേലിനെ കണ്ടിട്ട് പൊന്നുമോള് ഫാത്തിമ പോലും കരഞ്ഞു പോയെങ്കിൽ അല്ലാഹുവേ, നമ്മുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ പ്രിയമുള്ളവരെ, അസ്രായേലിന് വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രവാചകൻ അസ്രായേലിനോട് ചോദിക്കുന്നു, അസ്രായേലേ, എന്നെ കാണാൻ വന്നതാണോ? എന്നെ കാണാൻ വന്നതാണോ? അസ്രായേൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് അനുവാദം തന്നാൽ റൂഹ് പിടിക്കാൻ വന്നതാ. പ്രവാചകൻ പറയുന്നു, അസ്രായേലേ, എനിക്കൊരാളെ കാണണം അസ്രായേലേ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്രായേൽ. ജിബ്രീൽ അതാ കടന്നു വരികയാണ്. ജിബ്രീലിനോട് പ്രവാചകൻ ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും നീ പങ്കുചേരാനുള്ളതാണല്ലോ, പക്ഷേ ഈ അവസാന നിമിഷത്തിൽ എന്നെ എന്താ നീ യാത്രയാക്കാൻ വരാത്തത്? ജിബ്രീൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. പ്രവാചകൻ പറഞ്ഞു, ജിബ്രീലേ, എനിക്ക് സന്തോഷത്തോടെ മരിക്കണം, എനിക്ക് സമാധാനത്തോടെ മരിക്കണം, എനിക്ക് സന്തോഷം തന്നെ എന്തെങ്കിലും ഒന്ന് പറയൂ ജിബ്രീലേ. ജിബ്രീല് പറയുകയാണ്, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തൊണ്ടക്കൊടി റൂഹത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് താൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞാൽ അവനത് പുറത്തു കൊടുക്കുന്നതാ. പ്രവാചകൻ അസ്രായേലിനോട് പറയുന്നു, അസ്രായേലേ, റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ, റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ. അസ്രായേൽ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. വേദന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു മറിയുകയാണ്. എഴുന്നേൽക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. പ്രവാചകൻ അസ്രായേലിനോട് ചോദിക്കുന്നു, അസ്രായേലേ, ഒന്ന് പതുക്കെ പിടിക്കൂ അസ്രായേലേ, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല അസ്രായേലേ. അസ്രായേൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എത്രയെത്രയോ നബിമാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയെ, എത്രയെത്രയോ ചോര കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച റൂഹ് പിടിച്ച കയ്യാ നബിയെ, പക്ഷെ ഇന്നുവരെ വിറച്ചിട്ടില്ല നബിയെ, പക്ഷേ ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയെ. പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഓടി വന്നിട്ട് തന്റെ ഭർത്താവിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് കൊച്ചുകുട്ടികളുടെ മുഖം തുടച്ചു കൊടുക്കുന്നത് പോലെ തുണി വെള്ളത്തിൽ മുക്കി തുടച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗത്തിൽ സക്റാ, മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ, നീ തയ്യാറെടുക്കണേ ആയിഷ, നീ തയ്യാറെടുക്കണേ ആയിഷ. മരിക്കുന്ന സമയത്ത് അല്ലാഹു നിന്നോട് കരുണ ചെയ്യാൻ നീ ദുആ ചെയ്യണേ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുഖം തുടച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തെ പ്രവാചകന്റെ വളർത്തുമകനായ ഉസാമ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസാമ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ ഉസാമ.
ഓടിത്തരുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ഒന്ന് ദുആ ചെയ്യൂ ഉസാമ. എന്റെ പ്രിയമുള്ളവനെ, അള്ളാഹിന്റെ റസൂല് പോലും അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി മരിക്കാനും, പ്രവാചകന്റെ മുഖം കണ്ട് മരിക്കാനും, സുബർഗത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.